നമുക്കൊരല്പനേരം ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം മാർഗ്ഗ ശബ്ദമുയർത്തി വായിക്കും. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. മതി, അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ 2 പത്രോസിൻ്റെ ലേഖനകർത്താവ് എന്ന് പറയുന്നത് നമുക്കറിയാം അപ്പോസ്തലനായ പത്രോസായിരുന്നു. പത്രോസ് ഈ എഴുതിയ കാലഘട്ടത്തെ പറ്റി അല്ലിയ സ്തോത്രം അനേകം പേര് പല വിധത്തിൽ പറയുന്നു. AD 65 പറയുന്നു, ചിലർ AD 66 പറയുന്നു. കാരണം 1 പത്രോസ് എഴുതിയത് AD 64 പക്ഷേ താന് അല്ലിയ സ്തോത്രം ഈ വേദഭാഗത്ത് 2 പത്രോസിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ സ്തോത്രം ഹല്ലേലൂയ അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം. 13-ാമത്തെ വാക്യം വായിച്ചേ. മതി. തൻ്റെ മരണ ദിവസത്തെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട്, മരണത്തിലേക്ക് പ്രവേശിക്കുക. AD 66 അപ്പോസ്തലനായ പത്രോസ് വധിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ AD 65 66 പ്രാരംഭഘട്ടത്തിലാണ് ഈ ഒരു ഭാഗം എഴുതുന്നത്. ഒത്തിരി പ്രയാസ പ്രതികൂലത്തിൻ്റെ ഘട്ടത്തിൽ വെച്ച് റോമിൽ വെച്ച് എഴുതപ്പെടുന്ന ഒരു ഭാഗമാണ് ഇന്ന് പകൽക്കാലം വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. ഈ 2 പത്രോസിൻ്റെ ലേഖനം പ്രധാനമായിട്ടും ഈ ഒരു അല്ലെ സ്തോത്രം ഇത് ആർക്കു വേണ്ടി എഴുതപ്പെട്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ 1-ാമത്തെ വാക്യം തന്നെ പറയുന്നു. 1-ാമത്തെ വാക്യം വായിച്ചേ. നമ്മുടെ ദൈവത്തിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഞാൻ പറയുന്നു, കർത്താവിന് വേണ്ടി നിലനിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ അഭിഷേകം പ്രാപിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഈ പത്രോസിൻ്റെ ലേഖനം എഴുതി. അങ്ങനെയാണെങ്കിൽ ഇത് ജാതികളോടുള്ള മെസ്സേജ് അല്ല, നമ്മളോടുള്ള മെസ്സേജാണ്. ഈ 3 അധ്യായമാണ് 2-ാമത്തെ പത്രോസിനുള്ളത്. 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അല്ലിയ സ്തോത്രമല്ലിയ അവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം 3 അധ്യായത്തിൽ 3 ഭാഗങ്ങളാണ് കാണുന്നത്. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. ദൈവസഭയിലുള്ള ദൈവമക്കൾ ഒന്നാമതായി കർത്താവിൻ്റെ കൃപയിൽ കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ ഉത്സാഹികളായിരിക്കണം, ഫലമുള്ളവരായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കണം. 1 ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്സാഹികളായിരിക്കണം. അതുപോലെ ഇവിടെ പറയുന്നത് എന്താണ്? ഉത്സാഹികളല്ലാതിരിക്കുക, നിഷ്ഫലമാകുന്ന അനുഭവമാകരുത്. ഇവിടെ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തുവാ? ദൈവമക്കൾ ഉത്സാഹികളായിരിക്കണം. എന്തിൽ? ക്രിസ്തുവിൽ ആശ്രയിക്കുന്നതിൽ ഉത്സാഹികളായിരിക്കണം. 2 നിഷ്ഫലമാകരുത്, ഫലമുള്ളതായി തീരണം. അപ്പോൾ പലപ്പോഴും വരങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവസഭകൾ പലതും വലിയ വലിയ വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രവചിക്കാനുള്ള വരം, പ്രാർത്ഥിക്കാനുള്ള വരം, പല വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, നിങ്ങൾ ദൈവസഭ, ദൈവവിശ്വാസികൾ ദൈവത്തോട് നിലവിളിക്കേണ്ട ഏറ്റവും വലിയ വിഷയം 1 ക്രിസ്തുവിൽ നിങ്ങൾ ഉത്സാഹികളായിരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആരുടെ പരിജ്ഞാനത്താൽ? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ. 2 ഫലമുള്ളവരായിരിക്കണം. ദൈവം പറയുന്ന ആത്മാവിന്റെ ഫലങ്ങൾ കൃത്യമായി പറയുന്നു. ആത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ മേലില്ല എങ്കിൽ ദൈവസഭയ്ക്കകത്ത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ യാതൊരു സ്ഥാനമില്ല എന്നുള്ള ഈ കാലഘട്ടം വളരെ ഈ വചനത്തിൽ പ്രസക്തിയുള്ളൊരു കാലഘട്ടമാണ്. ഞാൻ തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിൽ ഒന്നാണ്, ദൈവസഭ പലപ്പോഴും ആത്മാവിൽ ശക്തരല്ലാതെ പോകുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ ആത്മാവിൽ ശിശുക്കളായി തന്നെ നിൽക്കുന്നു. ശിശുക്കളുടെ കാര്യം ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? 1 കരയുക, 2 ഭക്ഷണം കഴിക്കുക, 3-ാമത്തെ എന്തുവാ? ഉറങ്ങുക. എന്ന് പറഞ്ഞാൽ പിന്നെയും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കരച്ചിലാണ് കുഞ്ഞു ശൈശവ കാലഘട്ടം. പക്ഷെ കർത്താവ് പറയുന്നു, ദൈവം വ്യക്തമായി പറയുന്നു, നിങ്ങൾ ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ഫലമുണ്ടാവുക എന്ന് പറഞ്ഞ എന്താണ്?
ഒരു കുഞ്ഞായിരുന്ന് അത് ബാല്യത്തിലേക്ക് കടന്ന് യൗവനത്തിലേക്ക് കടന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട് അവനിൽ നിന്നും അല്ലെങ്കിൽ അവളിൽ നിന്നും ഒരു കുഞ്ഞ് ജനിക്കപ്പെടുമ്പോഴാണ് ഫലമുണ്ടാകുന്ന അനുഭവം. അങ്ങനെയാണെങ്കിൽ ആത്മീക അതേ ഫലം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ആത്മാവിൽ ദിനംതോറും വളർന്ന് ആത്മീക ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടവാകുന്നതിനോടൊപ്പം ആത്മീക സന്താനങ്ങൾ നമ്മളിലൂടെ വെളിപ്പെടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ഉത്സാഹികളും ഫലമുള്ളവരായി നിൽക്കണം. 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ചേ. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ. പ്രത്യേകിച്ച് ഇവിടെ 2-ാമത്തെ അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലൻ സഭയോട് പറയുന്ന ഒരു ദൂതാണ്. 1-ാം പത്രോസിന്റെ ലേഖനം എന്ന് പറഞ്ഞാൽ 1-ാം പത്രോസ് ലേഖനത്തിൽ ഒരു പരീക്ഷയെ പറ്റി പറയുന്നത്. അത് ഏത് പരീക്ഷ എന്നറിയാമോ? ലോകത്തിലുള്ള അല്ലെങ്കിൽ കഷ്ടതയാകുന്ന പരീക്ഷ. പക്ഷെ ഇവിടെ പറയുന്ന പരീക്ഷ കഷ്ടതയുള്ളതല്ല. നിങ്ങളുടെ ഹൃദയത്തിനകത്തു വരുന്ന ചിന്തയ്ക്ക് അധീനമായി ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴാതെ ദൈവഹിതമല്ലാത്ത ചില ആലോചനകൾ നിങ്ങളുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നുവെങ്കിൽ ദൈവവചനം പറയുന്നു, പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, അതൊരു വലിയൊരു പരീക്ഷയാണ്. അതിൽ നിങ്ങൾ ജയിച്ചേ പറ്റത്തുള്ളൂ. ദൈവസഭയുടെ എന്തിനാ ഈ പത്രോസ് ആലോചന പറയുന്ന അറിയാമോ? ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ പുറമെയുള്ള കഷ്ടതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, എൻ്റെ ജീവിതത്തിലെ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ സകലതും മാറണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിനേക്കാളും ദൈവസഭ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം, കർത്താവേ, എൻ്റെ ഹൃദയത്തിനകത്ത് എൻ്റെ അപ്പനൊരു സ്ഥാനമില്ലാത്ത ഏതെങ്കിലും ഒരു ചിന്ത കൊണ്ട് എന്നെ മൂടുന്ന അനുഭവമാണെങ്കിൽ എന്നെ ദൈവമേ അതിന് വിമോചനം പ്രാപിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയും ആ പരീക്ഷയിൽ നിന്ന് ജയിക്കുവാൻ സ്വർഗത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും ഈ കാലഘട്ടത്തിൽ ദൈവമക്കളുടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. തലമുറകളിൽ നിന്നും അങ്ങനൊരു അനുഭവത്തെ പൈശാചികന്റെ ചില തന്ത്രങ്ങളിട്ട് ദൈവസഭയ്ക്കകത്തു പോൽ നിൽക്കുമ്പോൾ, ഒന്നുകൂടെ പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവവചനം വ്യക്തമായി പറയുന്നു, ഹൃദയത്തിനകത്തുള്ള ചിന്ത മനുഷ്യരുടെ മുമ്പിൽ ദൈവവിശ്വാസിയായി, ഒരു ദൈവമകളായി, ഒരു ദൈവമകനായി ഹല്ലേലൂയ മനുഷ്യരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഹൃദയത്തിനകത്ത് ദൈവഹിതപ്രകാരമുള്ള ചിന്തയാൽ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സ്ഥാനം ഹൃദയത്തിൽ നിന്നും മാറ്റിക്കളഞ്ഞ് പൈശാചികന്റെ പ്രവൃത്തി, ഒന്നുകൂടെ പറഞ്ഞാൽ വെളിച്ചത്തിൻ്റെതായ സ്വഭാവം ഹൃദയത്തിനകത്ത് വെളിപ്പെട്ട് ക്രിസ്തുവിന്റെ സ്ഥാനം ഹൃദയത്തിനകത്ത് വെളിപ്പെടേണ്ടതിന് പകരമായി ദൈവസഭയ്ക്കകത്തും ദൈവ തലമുറയ്ക്കകത്തും ഇരുട്ടിന്റെ വ്യാപാരമിട്ട്, ഇരുട്ടിന്റെ സ്വഭാവമിട്ട് പോരാടുന്ന അനുഭവത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ആ പരീക്ഷയിൽ വിജയിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അല്ലെങ്കിൽ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, നിങ്ങൾ ആ പരീക്ഷയിൽ നിന്നും നിശ്ചയമായി വിടുതൽ പ്രാപിച്ചേ പറ്റൂ. ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും പരിശുദ്ധാൻ പറയുന്നു, പുറമേ താങ്കൾ എന്താണെന്ന് ദൈവത്തിന് വിഷയമല്ല, നിങ്ങൾ എത്ര ആരാധിക്കുന്നു എന്ന് ദൈവത്തിന് വിഷയമല്ല. ഒരുപക്ഷെ ആ സഭയിലെ പാസ്റ്ററിന് നീ എത്ര ആരാധിക്കുന്നു എന്ന് വിഷയമായിരിക്കാം, നീ എത്ര കൈയടിക്കുന്നത് അതൊരു വിഷയമായി, നീ എപ്പോൾ ആലയത്തിൽ വരുന്നു എന്ന് വിഷയമായിരിക്കാം. പക്ഷെ എൻ്റെ കർത്താവിന് അതൊന്നും വിഷയമല്ല. എൻ്റെ കർത്താവിന് വിഷയം എന്ന് പറയുന്നത് നിന്റെ ഹൃദയത്തിനകത്ത് പരീക്ഷകളെ പിശാചിന്റെ കെണികൾ പോലെ ഒരു കെണിയായി ചില ചിന്തകളിട്ട് ഹല്ലേലൂയ പരീക്ഷകളായി നിന്റെ ഹൃദയത്തിനകത്ത് വരുമ്പോൾ അതിൽ നിന്ന് വിമോചനം പ്രാപിക്കുവാൻ കഴിയാതെ അതിന് അടിമയായി പോയി അതേ ശത്രുവിന്റെ ചില സ്വഭാവത്തിന് അടിമയാകുന്ന അനുഭവമാണെങ്കിൽ
ദൈവവചനം പറയുന്നു, തിരിഞ്ഞു വാ, കം ബാക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവസഭ, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ ഈ കാലയളവിൽ ഒരു വല്ലാത്തൊരു കാലഘട്ടമാകയാൽ ദൈവദാസൻ പകൽക്കാലം പറഞ്ഞതുപോലെ പലരും നിന്ദകൾ പെടുന്നത് പോലും ചില കെണികളകപ്പെടുത്തി ശത്രു ചില കെണികളെ വെച്ചുകൊണ്ട് അവൻ അറിയുന്ന രീതിയിലുള്ള എല്ലാ ആവനാഴികളും ദൈവസഭയ്ക്കകത്തും തലമുറയ്ക്കകത്തും ഒരുപോലെ പ്രയോഗിക്കപ്പെടുമ്പോൾ ഈ കാലയളവ് പറഞ്ഞ, അപ്പാ എന്റെ ഹൃദയത്തിനകത്ത് അപ്പനല്ലാതൊരു സ്ഥാനമില്ല. കിടക്കുമ്പോൾ ദൈവത്തോട് പറഞ്ഞ, അപ്പാ എൻ്റെ ഹൃദയത്തിനകത്ത് അപ്പനല്ലാതെ ഒരു സ്ഥാനം എൻ്റെ ജീവിതത്തിനകത്തില്ല. ഹല്ലേലൂയ. രാവിലെ എഴുന്നേക്കും പറഞ്ഞ, കർത്താവേ ഇന്നൊരു പകൽ മുഴുവൻ അപ്പന് ഹിതമില്ലാത്ത ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വാഴരുത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളൊക്കെ നന്മകളൊക്കെ പ്രാപിക്കുമ്പോൾ ഓർക്കണം, എന്തിനാ നന്മകൾ തരുന്നറിയാമോ? എൻ്റെ അപ്പന് വേണ്ടി പ്രയോജനപ്പെടാനാ. അല്ലെങ്കിൽ ദേശത്ത് നിങ്ങളെ മാനിക്കുന്നു വാഗ്ദത്തമാ. അതുകൊണ്ടാണ് രാജ്യത്ത് നിന്നെ കൊണ്ടാക്കിയത്. ഈ രാജ്യത്തിന് ഓട്ടിപ്പിക്കുവാൻ ശത്രു പല പദ്ധതികളിട്ടാലും പല ചിന്തകളിട്ടാൽ, ഞാൻ പറയുന്നു, ദൈവത്തിന്റെ പദ്ധതി നിന്നെ കുറിച്ചുണ്ടെങ്കിൽ അത് നിശ്ചയമായി ആ നന്മകളെല്ലാം പ്രാപിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ പൈശാചികന്റെ അനുഭവത്തിലുള്ളൊരു ജീവിതമായി തീരുവാൻ നമ്മെ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. 2-ാമത്തെ അധ്യായം അതാണ് പറയുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവസഭ ഒരല്പനേരം കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്കകത്ത് വന്നു. ഒരല്പം കഴിഞ്ഞപ്പോൾ ഒരല്പം എന്ത് ചെയ്യാണ്? ഒരു മങ്ങി വരുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിനെ സംശയിക്കുന്നത് പോലെ ആയ സഭയിൽ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, അങ്ങനെ ഒരിക്കലും അവിശ്വസിക്കുന്ന അനുഭവത്തിലേക്ക് വരരുത്. നിശ്ചയമായി കർത്താവ് ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമെന്ന് നടക്കും. 9-ാമത്തെ വാക്യം വായിച്ചേ, മൈക്കിലൂടെ. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞുവല്ലോ, കർത്താവ് യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിന് വേണ്ടി കാത്തിരുന്ന ദൈവമക്കളുടെ ഇടയിൽ ഒരു മങ്ങിയ അനുഭവം വന്നപ്പോൾ ഇനി ഒരിക്കലും നടക്കത്തില്ല എന്ന ചിന്തകൾ എന്ത് ചെയ്യാണ്? സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സ്തോത്രം വരികയും കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിനെക്കാളും ഹൃദയത്തിനകത്ത് അവരുടെ ചിന്ത എന്നാന്നറിയാമോ? ദൈവം അവർക്ക് നൽകിയ നന്മയുടെ പുറത്തായിപ്പോയി. സ്തോത്രം. അത് വ്യക്തമായി ദൈവസഭ തിരിച്ചറിയണം. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ഇന്ന് ജീവിക്കുന്നത് തന്നെ ദൈവത്തിന്റെ കൃപയാണ്. നിങ്ങൾ ജീവിക്കുന്നത് തന്നെ ദൈവത്തിന്റെ കൃപയാണ്. നാം എഴുന്നേറ്റ് നിൽക്കുന്ന തന്നെ ദൈവത്തിന്റെ കൃപയാണ്, ദയാണ്. അതെന്തിനാണെന്ന് അറിയാമോ? ചില പാപികളും കൂടെ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്നുകൂടെ ഒന്ന് മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്ത് വരാനാണ് കർത്താവ് പിന്നെയും സമയങ്ങളെ തന്നത്. അനേകം വിശുദ്ധന്മാരെ ദൈവം ചെയ്തു ചേർത്തു. കഴിഞ്ഞ നാളുകളിൽ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ശക്തമായി നിലകൊണ്ട് അനേകം വിശുദ്ധന്മാരെ ദൈവം ചേർക്കുവാനിടയായി തീർന്നു. അവരൊക്കെ കർത്താവിന് വേണ്ടി നിൽക്കാത്തത് കൊണ്ടല്ല, ഹല്ലേലൂയ, അവരെക്കാളും ഏറെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, കർത്താവേ അവരെ ദൈവമാക്കി വെച്ച നിലയിൽ വിശ്വസ്തയോടെ ജീവിച്ച് അവർ ആഗ്രഹിച്ച പറന്ന് അപ്പന്റെ നാട്ടിലെത്തിയതുപോലെ, അപ്പാ എൻ്റെ ജീവിതത്തിലും അപ്പന്റെ നാട്ടിലെത്തുവാൻ തടസ്സമായി അപ്പാ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ക്ഷമിക്കണമെന്ന് ദിനംതോറും നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. കർത്താവ് അത് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഓർക്കണം. പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം, യേശുവിൻ്റെ വരവിനായിരുന്നു, യേശുവിൻ്റെ 2-ാമത്തെ വരവായിരുന്നു ഇറങ്ങിയ സമയത്തുള്ള ലക്ഷ്യം. പക്ഷേ ചില നന്മകൾ സഭകൾക്ക് കടന്നു വന്നപ്പോൾ, അവർ വിചാരിക്കാത്ത ചില നന്മകൾ, ചില തലമുറകളുടെ നന്മകൾ, ചില സാമ്പത്തികമായ നന്മകൾ, ചില ആടുമാടുകൾ നന്മകൾ കുടുംബജീവിതത്തിനകത്തും കുടുംബത്തിനകത്തും കടന്നു വന്നപ്പോൾ, ഇത് ദൈവമാണ് താങ്കൾക്ക് നൽകി എന്നുള്ള ബോധമില്ലാതെ ഇരിക്കുന്ന വ്യക്തിയോട് പറയുന്നു, ഇല്ല, നിങ്ങളുടെ ലക്ഷ്യം തെറ്റിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമാണ്. ഞാനൊരു കാര്യം പറയാം.
പ്രിയപ്പെട്ട ഓരോ വ്യക്തികളോടും നാം പറയേണ്ട ഒരു കാര്യം, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ദൈവത്തിന് പറയണം, അപ്പാ ഇന്ന് പകൽ ദൈവം തന്ന ദൈവത്തിൻ്റെ കൃപയാണ്. നമുക്ക് അഹങ്കരിക്കുവാനോ, ഇന്ന് നാം സ്കൂളിൽ പോയിട്ടോ കോളേജിൽ പോയിട്ടോ നാം ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടോ ഞാൻ ഏതാണ്ടെന്നാണെന്ന് തെളിയിക്കുവാനോ, അല്ലെങ്കിൽ ഞാനല്ലയോ നാട്ടുകാരുടെ മുമ്പിൽ ഇതൊന്നുമല്ല കർത്താവ് താങ്കളെക്കുറിച്ച് തന്നിരിക്കുന്ന ദൈവമേ ഈ ഒരു ദിവസം കൂടെ തന്ന 2 ഉദ്ദേശമാണ്. ഞാനൊരു കാര്യം കൂടെ പറയാം, ദൈവമക്കൾ തിരിച്ചറിയണം, കുഞ്ഞുങ്ങൾ തിരിച്ചറിയണം. ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നതിൻ്റെ 2 ഉദ്ദേശമാണ്. ഒന്ന്, നാം കർത്താവിൽ ഒന്നുകൂടെ അടുക്കുവാനുണ്ട്. 2, ദൈവത്തിന് താങ്കളിലൂടെ ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാനുണ്ട്. മനസ്സിലായോ? ഈ 2 കാരണങ്ങളാണ് ദൈവം ഒരു ദിവസം കൂടെ തന്നത്. ഇന്ന് പലർക്കും അതിനെന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. നമുക്കറിയാം, നമ്മളായിരിക്കുന്ന ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കുക. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള അനേക ഹോസ്പിറ്റലുണ്ട്. ഹല്ലേലൂയ. വളരെ കുഞ്ഞുങ്ങൾ മുതൽ വളരെ ഉയർന്നു നിൽക്കുന്ന ആൾക്കാർ, സാമ്പത്തികത്തിനോ ഉന്നതികൾക്ക് ഒന്നും കുറവില്ലാത്ത ആൾക്കാർ പോലും പലരുടെയും കുഞ്ഞുങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട? ജീവൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട. കാരണം ആ കുഞ്ഞ് അനുഭവിക്കുന്ന വേദന എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഓർക്കണം, നെഞ്ചോട് ചേർത്ത് വച്ച് വളർത്തി വലിയ പ്രതീക്ഷയോടെ വളർത്തി വെച്ച പല കുഞ്ഞുങ്ങളെക്കുറിച്ച് സ്വന്തം മാതാപിതാക്കൾ അത്രത്തോളം കരഞ്ഞ് നിലവിളിക്കുമ്പോൾ കർത്താവ് നമുക്ക് തന്ന ബലമുണ്ടല്ലോ, കർത്താവ് നമുക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, എൻ്റെ അപ്പന് വേണ്ടി പ്രയോജനപ്പെടാൻ നന്ദിയോടെ ആയിരിക്കണം ഓരോ ദിവസം എഴുന്നേൽക്കുവാൻ, പുകഴുവാൻ, പ്രശംസിക്കുവാൻ നമുക്കൊന്നും തന്നെ ഉണ്ടാകും. ഇവിടെ പറയുന്നു, ചിലർ വിചാരിക്കുന്നത് പോലെ 9-ാമത്തെ വാക്യം വായിച്ചേ. താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. കർത്താവിന്റെ വാഗ്ദത്തം നിറപ്പി എന്ന് പറഞ്ഞാൽ 2 വിധമാകുന്ന വാഗ്ദത്തമുണ്ട്. ഒന്നാമത്തെ വാഗ്ദത്തമാണ് ഈ ഭൂമിയിലുള്ള ചില വാഗ്ദത്തങ്ങൾ. ചിലരൊക്കെ പറയുന്നു അത് വേണ്ടെന്നൊക്കെ പറയുന്നു. വേണ്ടാത്തവർക്ക് വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചോദിച്ചു മേടിച്ചോളാം. സ്തോത്രം. അതിനുവേണ്ടി മാത്രമല്ല, കർത്താവിൻ്റെ സഭയെന്ന് പറയുന്നത് അപ്പൻ്റെ നാട്ടിലെത്തുക എന്നുള്ള മെയിൻ വിഷയം. പക്ഷെ ഈ കാലയളവിൽ നമുക്ക് സ്വയമായി പ്രശംസിക്കപ്പെടുവാനൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ ആശ്രയിച്ച് നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായി കർത്താവ് നമുക്ക് വേണ്ടി വച്ച ചില നന്മകൾ നിശ്ചയമായി പ്രാപിക്കും. ദൈവം ഞാൻ പറയും, നിങ്ങൾ ചിലർ വിചാരിക്കുന്നത് പോലെ ഒരു വാഗ്ദത്തത്തിന് എന്ത് ചെയ്യത്തില്ല, താമസം വരത്തില്ല നിശ്ചയമായി. 2-ാമത്തെ പ്രധാനപ്പെട്ട വാഗ്ദത്തം എൻ്റെ അപ്പൻ വരുമെന്നുള്ള വാഗ്ദത്തം. ഹല്ലേലൂയ. വാനവിധാനത്തിൽ, ഹല്ലേലൂയ, ആകാശമണ്ഡലത്തിൽ ദൂതന്മാരുടെ മധ്യത്തിൽ എൻ്റെ യേശു കർത്താവ് എഴുന്നള്ളി വന്ന് നമ്മെ ചേർക്കുമെന്നുള്ള ഒരു പ്രത്യാശയാണ് ദൈവ മക്കളുടെ പ്രത്യാശയാകയാൽ ഈ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരുവാൻ അനുവദിക്കരുത് എന്ന് സഭയോട് പറയുന്ന ദൂതാണ് 3-ാമത്തെ ഈ ഭാഗം എന്ന് പറയും. ഇങ്ങനെ 3 അധ്യായവും 61 വാക്യമേ ഉള്ളുവെങ്കിലും അതിപ്രശസ്തമായ ദൈവസഭ അനുവർത്തിക്കേണ്ട അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമാണ് ഈ പത്രോസിന്റെ ലേഖനത്തിൽ കാണുന്നത്. അതിൽ ഒരു വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. അതിൽ 1-ാമത്തെ അധ്യായത്തിൽ പ്രധാനപ്പെട്ട് പറയുന്ന വിഷയം എന്ന് പറയുന്നതാണ്, 1, നിങ്ങൾ ഉത്സാഹികളായിരിക്കണം. 2, നിഷ്ഫലമായി തീരാതെ ഫലമുള്ളവരായി നിൽക്കണം. പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഭാഗമാണ്. ആ ഒരു പറയുന്ന ഭാഗത്ത് നിന്നുകൊണ്ടാണ് കർത്താവിൻ ദാസൻ പറഞ്ഞത്, നിങ്ങൾ ഫലമുള്ളതായി തീരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ആരാഞ്ഞുകൊള്ളുവിൻ. ഒന്നുകൂടെ വാക്യം വായിക്കാം, 10-ാമത്തെ വാക്യം. അതുകൊണ്ട് മതി. ഇവിടെ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഓർക്കണം, ദൈവസഭയിൽ ഫലമുള്ളവരായി ഉത്സാഹികളായി തീരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതുകൊണ്ടെന്ന് പ്രയോഗം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് എന്തൊക്കെ കാര്യങ്ങളുണ്ടല്ലേ. അതിൽ ഏകദേശം ഞാൻ നോക്കിയപ്പോൾ ഈ 8 കൂട്ട കാര്യങ്ങൾ വ്യക്തമായി ദൈവസഭയിൽ വേണമെന്ന് വ്യക്തമായി പറയുന്നു. അതിൽ പലപ്പോഴും ഇന്ന് ദൈവസഭകൾ പഠിപ്പിക്കാറില്ല. എങ്ങാലും അല്ലെങ്കിൽ 8 കൂട്ട കാര്യങ്ങൾ വേണം. ഒന്ന് മൈക്കിലൂടെ ഒന്ന് വായിക്കാം. 5-ാമത്തെ വാക്യം വായിച്ച 3 കാര്യങ്ങൾ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു.
അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്ത് വേണം? വിശ്വാസം വേണം. 2, വിശ്വാസത്തോടുകൂടെ വീര്യം വേണം. 3, വീര്യത്തോട് പരിജ്ഞാനവും. ക്രിസ്തുവിലുള്ള പരിജ്ഞാനം. അപ്പൊ 5-ാമത്തെ വാക്യം 3 കാര്യമാണ്. വിശ്വാസം വേണം, വീര്യം വേണം, ക്രിസ്തുവിലുള്ള പരിജ്ഞാനം വേണം. 6-ാമത്തെ വാക്യം വായിച്ചേ. 3 കാര്യങ്ങൾ. പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും. 6-ാമത്തെ വാക്യത്തിലും അടുത്ത 3 കാര്യങ്ങൾ പറയാണ്. ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും. സ്ഥിരത വേണം. സ്ഥിരതയോട് ഭക്തിയും. സ്ഥിരതയോട് ഭക്തി വേണം. അടുത്ത 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭക്തിയോട് സഹോദരപ്രീതിയും. സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. അപ്പൊ ഓർക്കണം, ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ദൈവസഭയിലുള്ള ഓരോ വ്യക്തികളും ഫലമുള്ളവരായി തീരണമെന്നും ഉത്സാഹികളായി തീരണമെന്ന് പറയുമ്പോൾ തന്നെ ഒരു ബേസിക് ക്വാളിറ്റി പറയുന്നത്. നിങ്ങൾ അങ്ങനെ ആകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട 8 കൂട്ട കാര്യങ്ങൾ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു. 1, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം വരണം. 2-ാമത്തെ വീര്യം വേണം. 3-ാമത്തെ എന്ത് വേണം? ക്രിസ്തുവിലുള്ള പരിജ്ഞാനം വേണം. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ഇന്ദ്രിയജയം വേണം, അതിനോടുകൂടെ സ്ഥിരത വേണം, അതിനോടുകൂടെ എന്ത് ചെയ്യണം? ഭക്തി വേണം. 7-ാമത്തെ കാര്യം എന്താണ്? സഹോദരപ്രീതി വേണം, സ്നേഹം വേണം. ഇത്രയും കാര്യങ്ങൾ ദൈവസഭയ്ക്കകത്ത് ഓരോ വിശ്വാസികളിൽ ഉണ്ടായിരിക്കണം. വിശ്വാസത്തെ പറ്റിയും ഒരുപാട് കാര്യം നമ്മൾ കഴിഞ്ഞ നാളുകൾ പഠിച്ചതാണ്. വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് ഈ കാലയളവിൽ നാം എന്ത് ചെയ്യണം? നിലനിൽക്കണം. വീര്യം വേണം. എന്തിനുള്ള വീര്യം? ഈ ലോകത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ രണ്ടും കെട്ട് നിൽക്കുന്നൊരു വീര്യമല്ല. ക്രിസ്തുവിൽ എന്നെ വിടുവിച്ചു, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ചിലത് ചെയ്തു എന്നുള്ളത് ഓർത്ത് ആ അപ്പനു വേണ്ടി ജീവിക്കുവാനുള്ള ഒരു വീര്യം വേണം. ദൈവസഭകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ വീര്യം എന്നാണെന്നറിയാമോ? സഭയ്ക്കകത്തു പോലും ദൈവദാസന് വേണ്ടിയുള്ള വീര്യം. ദൈവദാസനെ ആരെങ്കിലും കൈവച്ചാൽ 10 പേർ ഗുണ്ടായിസം പോലെ നിൽക്കുന്ന പല വ്യക്തികൾ ഇന്ന് ലോകത്തിൽ സഭകൾ ഉൾപ്പെടെ കാണാം. അതിന്റെ വീര്യമാണോ ദൈവവചനം പറയുന്നത്? അല്ല. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ജീവിതത്തിനു വേണ്ടി ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു വീര്യം ദൈവസഭയ്ക്കകത്ത് വരണം. നമ്മുടെ മേൽ നമ്മുടെ തലമുറ യേശുവിന്റെ നാമത്തിൽ വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ മറ്റേ വീര്യം ഉയർത്തുന്ന ആരാന്നറിയാമോ? അത് പിശാചിന്റെ പരിപാടിയാ. ആ വീര്യം നമ്മളെ കുറപ്പിച്ച് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു വീര്യം നമ്മുടെ മേൽ വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവസഭയ്ക്കകത്ത് ഞങ്ങളെ ആരെങ്കിലും തൊട്ട് കളിച്ചാൽ അക്കിടി ഇക്കിടി സൂക്ഷിച്ചോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന ചില, അല്ലെങ്കിൽ സ്തോത്രം മുദ്രാവാക്യമായി ദേശത്തിറങ്ങുവാനല്ല ദൈവം നമ്മെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? എൻ്റെ അപ്പൻ താങ്കൾക്ക് വേണ്ടി മരിച്ചുവെന്നും താങ്കൾക്ക് വേണ്ടി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്നും താങ്കൾക്ക് വേണ്ടി 40-ാമത്തെ നാളിൽ സ്വർഗാരോഹണം ചെയ്ത് നമുക്ക് വേണ്ടി 2ാമതും വരുമെന്ന് പറഞ്ഞ ഒരു വാഗ്ദത്തം ചെയ്ത ഒരു അപ്പന് വേണ്ടി ജീവിക്കാനുള്ള വീര്യം ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാൻ പറയുന്നു, നിങ്ങളുടെ അപ്പനും അമ്മയെക്കുറിച്ചും ഇല്ലാത്തൊരു വീര്യം നിങ്ങളുടെ അപ്പനും അമ്മയും എത്രമാത്രം കരുതും. ദൈവകൃപ ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും നിങ്ങളുടെ അപ്പനും അമ്മയും നല്ല രീതിയിൽ കരുതിയിട്ടുള്ളവരാ. അവിടെ ജീവിതകാലം മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കർത്താവിനു വേണ്ടി വിശ്വസ്തയോടെ മാതൃകയോടെ ജീവിച്ച ഒരു കുടുംബമാ മാതാപിതാക്കളുടെ മക്കളായി ജനിക്കപ്പെട്ടൊരു ഭാഗ്യം നൽകി. എന്നാൽ ആ അപ്പനും അമ്മയ്ക്ക് വേണ്ടി നാം എത്രമാത്രം വീര്യത്തോടെ ജീവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി കാൽവരി ഗിരിമുകളിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ 3 ആണിമേ തകർക്കപ്പെട്ട ക്രിസ്തുവിന് വേണ്ടി നമുക്ക് വീര്യത്തോടെ നിൽക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. കർത്താവ് താങ്കളോട് ചോദിക്കുകയാണ്, ഈ ഒരു വീര്യത്തോടെ നിൽക്കുവാൻ, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി ജീവിതത്തിനു വേണ്ടി എൻ്റെ ജീവൻ വരെ കളയുമെന്ന് പറയുന്ന ഒരു വീര്യത്തോടെ നിൽക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഒരിക്കൽ രക്തസാക്ഷികളുടെ പുസ്തകത്തിൽ 8 മക്കൾ, സ്വത്രം 8 മക്കളെ ഫ്രണ്ടിൽ നിർത്തി മാതാപിതാക്കൾ ചോദിക്കുകയാണ്, ഞാൻ ഓരോ കുഞ്ഞുങ്ങളെയും നിന്റെ മുൻപിൽ കൊന്നുകളയും, അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് മാറി മറിഞ്ഞാൽ, യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ
ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഇതിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങളുടെ മധ്യത്തിൽ വെച്ച് ഈ കുഞ്ഞുങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പനും അമ്മയും മാറിപ്പോയി, എനിക്ക് വേണ്ട കുഞ്ഞുങ്ങൾ മതിയെന്ന് പറഞ്ഞു. മൂത്ത കുഞ്ഞു വന്നു, അവനും പറഞ്ഞു എനിക്ക് വേണ്ട. 6 കുഞ്ഞുങ്ങളും പറഞ്ഞു എനിക്ക് ഈ ശിക്ഷയിൽ നിന്ന് വിടുതൽ കണ്ടാൽ മതി. പക്ഷെ 7ാമത്തവൻ വളരെ കുഞ്ഞു വയസ്സുള്ള ഹല്ലേലൂയ സ്തോത്രം വെറും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുള്ള മകൻ പറഞ്ഞു, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി എങ്ങനെയാണ് മരിച്ചുവെന്ന് എൻ്റെ അപ്പനും അമ്മ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അപ്പനെ വിട്ടൊരു ജീവിതവും ഈ ഭൂമിയിൽ വേണ്ട. ഇന്നു നിനി എന്നെ കൊന്നാൽ ആ രാജാവിനോട് പറഞ്ഞു, രാജാവേ, നിന്റെ വാളെന്നെ എൻ്റെ തലയുടെ ശിരച്ഛേദനം ചെയ്യാൻ പറ്റും, പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ നിനക്കൊരിക്കലും ഛേദിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് നിമിഷ നേരങ്ങൾ കൊണ്ട് ഹല്ലേലൂയ തൻ്റെ തല ഹല്ലേലൂയ ശിരച്ഛേദമറ്റു നിൽക്കുമ്പോഴും ഇത് കണ്ട അനേകം പടയാളികൾ എൻ്റെ യേശുവിനെ കാണുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം പറയുന്നു, എൻ്റെ അപ്പന് വേണ്ടി നിൽക്കുവാനുള്ളൊരു വീര്യമുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ പല നന്മകൾക്ക് വേണ്ടി വേടുന്ന ആ വീര്യത്തിനേക്കാളും നമുക്കൊന്ന് പറയാൻ പറ്റുമോ? കർത്താവ് ചോദിക്കുക, അങ്ങനൊരു വീര്യമുള്ളവനായി നിനക്ക് നിൽക്കാൻ പറ്റുമോ? പല കാര്യങ്ങൾ താങ്കളോട് ദൈവാത്മാവ് ചോദിക്കുന്ന കൂട്ടത്തിൽ ദൈവം ചോദിക്കുന്നൊരു കാര്യമാണ്, ഇങ്ങനൊരു കർത്താവിന് വേണ്ടി, എനിക്ക് വേണ്ടി, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു. എൻ്റെ അപ്പൻ കർത്താവ് യേശുക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചത്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും നിനക്ക് വേണ്ടി മരിച്ചില്ല. കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ പലരും കൂടെ ഉണ്ടായിട്ടില്ല. കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച സഹോദരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല. സഹോദരിമാർ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല. സഹോദരങ്ങളുടെ കുടുംബങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ല. നമ്മുടെ മാതാപിതാക്കൾ ഒരു പരിധി കഴിയുമ്പോൾ നമ്മളെ വിട്ട് പോകും. പക്ഷേ എന്നും എല്ലായ്പ്പോഴും എന്നും കൂടെയുണ്ടെന്ന് പറയുന്ന ഒരേ ഒരു സാന്നിധ്യം ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. ആ കർത്താവിനോടൊപ്പം അവന് വേണ്ടി വീര്യത്തോടെ പ്രവർത്തിക്കാൻ പറ്റുമോ? ദൈവം നിശ്ചയമായി നിന്നെ കർത്താവ് കാണുവാൻ ആഗ്രഹിക്കും. ദൈവം പറയും, നീതിമാൻ ആരെങ്കിലും ഒരാളുണ്ടോ എന്ന് ദൈവം സ്വർഗത്തുനിന്ന് കുനിഞ്ഞു നോക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, 2 പുസ്തകത്തിൽ പറയുന്നു, എൻ്റെ ഹല്ലേലൂയ സ്തോത്രം യെഹെസ്കേലിന്റെ പുറത്തിൽ പറയുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ, ഈ ദേശം മുഴുവൻ നശിക്കപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോഴും എൻ്റെ കർത്താവ് ഈ ദേശത്തെ മുഴുവൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവവചനം പറയുന്നു, ഈ ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ തക്കവണ്ണം പ്രാർത്ഥനയെന്ന മതിൽ കെട്ടി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടോ എന്ന് സ്വർഗത്തിലെ ദൈവം നോക്കിയപ്പോൾ പ്രവാചകന്മാരെ നോക്കി, പുരോഹിതന്മാരെ നോക്കി, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്രഭുക്കന്മാരെ നോക്കി, പക്ഷേ അവരുടെ ഇടയിൽ ഒന്നും കാണാതെ വന്നപ്പോൾ ദൈവം നേരിട്ട് ചോദിക്കുക, അവർക്കു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവസനി മനുഷ്യരുടെ മുമ്പിൽ നിൽക്കുവാനല്ല. ദൈവജനം പറയുന്നു, എന്റെ മുൻപിൽ, ആരുടെ മുമ്പിൽ? ദൈവത്തിന് മുമ്പിൽ, സഭയുടെ മുൻപിലല്ല, അപ്പനും അമ്മയുടെ മുൻപിലല്ല, കൂടെയുള്ളവരുടെ മുൻപിലല്ല, എന്റെ അപ്പന്റെ മുമ്പിൽ മുട്ടുകളടിക്കാതെ, ഓ ഹല്ലേലൂയ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു പുരുഷനെ അന്വേഷിച്ചു, ഒരു മനുഷ്യനെ അന്വേഷിച്ചു, ഒരൊറ്റ വ്യക്തിയെ കണ്ടില്ല. ഇന്ന് പകൽക്കാലം അങ്ങനൊരു വീര്യത്തോടെ, കർത്താവേ, എന്നെ ആക്കി വെച്ച കുടുംബത്തിന് വേണ്ടി, എന്നെ ആക്കി വെച്ച സഭയ്ക്ക് വേണ്ടി, ഞാനായിരിക്കും എൻ്റെ ശരീരത്തിന് വേണ്ടി, എൻ്റെ ശരീരം നഷ്ടപ്പെട്ടു പോകാതെ, ഈ ലോകത്തിലെ തിന്മകൾക്ക് അനുസൃതമായി പോകാതിരിക്കാൻ തക്കവണ്ണം കർത്താവേ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ വീര്യത്തോടെ എഴുന്നേൽക്കുവാൻ ആഗ്രഹം എത്ര പേർക്ക് പറയുവാൻ കഴിയും? അടുത്ത കാര്യം പറയുന്നത് പരിജ്ഞാനം, ക്രിസ്തുള്ള പരിജ്ഞാനം. അനേകം കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ പ്രാപിച്ച ശേഷം എന്ത് ചെയ്യണം? അവിടെ പറയുന്നു, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലായിക്കൊള്ളുവിൻ. അപ്പോൾ ഓർക്കണം, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാകേണ്ടത് എപ്പോഴാണ്? ഇതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമായി വന്ന ശേഷമാണ്. പക്ഷെ ഇന്ന് ഒരു തെറ്റുപറ്റിയപ്പോ, കാരണം ഇതൊന്നും സഭയ്ക്കകത്ത് വേണ്ട. ഞാൻ 2-3 അല്ലെങ്കിൽ ആഴ്ച മുമ്പ് പറഞ്ഞതുപോലെ, പഴയ കാലഘട്ടത്തിൽ പൂർവ്വപിതാക്കന്മാർ ചെയ്ത ശുശ്രൂഷകളെ അനുവർത്തിക്കാൻ നമുക്ക് വളരെ ആഗ്രഹമാണ്. പക്ഷേ നമുക്ക് അവർ നടന്നുപോയ പാതയിൽ നടക്കുവാൻ മനസ്സില്ല. പക്ഷെ ഇവിടെ പറയുന്നു, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ച ശേഷമാണ് നിങ്ങളുടെ വിളിയും തിരഞ്ഞ് മനസ്സിലാക്കുവാൻ. എന്തൊക്കെയാണ്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, എന്തൊക്കെയാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്ന വിളികൾ എന്ന് പറയുന്നത്. എഫെസ്യ ലേഖനം
4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിച്ചാട്ടെ. അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. മതി. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ചിന്തിക്കണം. ഇങ്ങനെ ഞാൻ മേൽ പറഞ്ഞ കാര്യങ്ങൾ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ പ്രകാരം, ഹല്ലേലൂയ, അങ്ങനെ ജീവിക്കുവാൻ, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി ജീവിക്കുവാൻ തയ്യാറായ വ്യക്തികളെയാണ്, അങ്ങനെയുള്ള വ്യക്തികളുടെ കൂട്ടമാണ് സഭ. എക്ലീഷ്യ എന്ന വാക്കിനർത്ഥം എന്താണ്? ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. അങ്ങനെയുള്ള സഭയിലുള്ള എല്ലാ വ്യക്തികളെയും ദൈവം വ്യത്യസ്തമായ ചില വരങ്ങളാൽ, ചില വിളികളാൽ ദൈവം നമ്മെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നു. ദൈവസഭയ്ക്കകത്ത് 5 വിധമാണ്, 5-fold മിനിസ്ട്രി ഉണ്ട്. 5 വിധമാകുന്ന മിനിസ്ട്രി ഉണ്ട്. ഒന്ന് ഇവിടെ പറയുന്നു, ചിലർ ദൈവം അപ്പോസ്തലനായി, ചിലർ ദൈവം പ്രവാചകന്മാരായി, ചിലർ ദൈവം ഉപദേശകന്മാരായി, ചിലർ ദൈവം സുവിശേഷകന്മാരായി, ദൈവം ചിലരെ ഹല്ലേലൂയ സ്തോത്രം 5 വിധമാകുന്ന വിളികൾ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു അപ്പോസ്തലന്മാരെ. നാം ഓർക്കണം, അപ്പോസ്തല ശുശ്രൂഷയും പ്രവചന ശുശ്രൂഷയും സുവിശേഷ ശുശ്രൂഷയും ഉപദേശ ശുശ്രൂഷയും ഇതെല്ലാം ഒരു സഭയ്ക്കകത്തുള്ള എല്ലാ വ്യക്തികളെയും ദൈവം എന്ത് ചെയ്യാണ്? അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സഭയ്ക്കകത്ത് വ്യക്തികൾക്ക് പ്രാതിനിധ്യമില്ല. സ്വത്രം സ്വത്രം. അങ്ങനെ ആരൊക്കെ പ്രാതിനിധ്യം പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇന്നയാളെന്ന് പറഞ്ഞാൽ അതിനൊരുപാട് വില കൊടുക്കേണ്ടി വരും. സ്വത്രം. കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരൻ പറയാണ്, ഞാൻ പ്രവചിച്ചപ്പോൾ പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന നടന്നിട്ടുണ്ടെങ്കിൽ ഇതും നടക്കും. സ്വത്രം. അങ്ങനെ പറയും. എവിടെ വ്യവസ്ഥയുള്ളേ? ഞാൻ പറയുന്നു, ഓരോ നിമിഷവും ജീവിക്കും ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഓർത്ത് ദൈവസന്നിധിയിൽ ഒന്നുകൂടെ താഴാനാ ദൈവം ഓരോ ശുശ്രൂഷക ദൈവം നമുക്ക് നൽകുന്നത്. നമുക്ക് പറയുവാനൊന്നുമില്ല. ഞാൻ പറയുന്നു, എന്നിലൂടെ എത്ര അത്ഭുതം പ്രവർത്തിച്ചെന്ന് പറഞ്ഞാലും, എത്ര മരിച്ചവർ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞാലും, എൻ്റെ അപ്പൻ്റെ കൃപയില്ലെങ്കിൽ ഒരു നിമിഷം പോലും നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് പറയുവാൻ, പുകഴുവാൻ, പ്രശംസിക്കുവാൻ ദൈവസഭയ്ക്കകത്ത് ആരുടെയും പേരിൽ അനുവാദമില്ല. ദൈവസഭയ്ക്കകത്ത് ചിലരെ ദൈവം എന്ത് ചെയ്യാണ്? കെട്ടുപണിക്കാൻ എന്ത് ചെയ്യാണ്? ആക്കി വെച്ചിരിക്കുകയാണ്. ചിലരെ കല്ലുകളായി, ചിലരെ സിമന്റുകളായി, ചിലരെ ഹല്ലേലൂയ സ്തോത്രം അടിസ്ഥാനങ്ങളായി ഒക്കെ എന്ത് ചെയ്യാണ്? പണി വെച്ചിരിക്കുകയാണ്. കല്ല് എന്ത് ചെയ്യണം? കല്ലിന്റെ സ്ഥാനത്ത് ഇരുന്നു കൊള്ളണം. ആരിരുത്തും? പണിയിക്കുന്ന ക്രിസ്തു എന്ത് ചെയ്യും? അതിനെ ഇരുത്തും. അത് ഇരുന്നു കൊടുത്താൽ മാത്രം മതി. പ്രവാചകനാണോ? ഞാൻ പറയുന്നു, ഇന്ന് പല പ്രവചനങ്ങളും ദൈവസഭയ്ക്കകത്ത് മാത്രമുള്ള പ്രവചനങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം എന്തിനാണ് പ്രവാചകന്മാരാക്കി വെച്ചത്? ഒരു കാര്യം ഞാൻ പറയാം. ദൈവസഭയ്ക്കകത്ത് മാത്രമല്ല, ദേശത്തിൽ ഇറങ്ങിപ്പോയി പാപികളോട് ഇറങ്ങിച്ചെന്ന് അവരോട് സുവിശേഷം അറിയിച്ച്, അവരെ പ്രവചനാത്മാവിൽ ദൈവം നൽകുന്ന ദൂതുകൾ അറിയിച്ച് അനേകം പേരെ ദൈവമക്കളായി സഭയ്ക്കകത്ത് കൊണ്ടുവരുവാൻ ദൈവം ഒരാക്കി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. അതിന് മനസ്സുണ്ടോ? സൂമിനായാലും ഏതെങ്കിലും ഒരു മാധ്യമങ്ങളിലൂടെ പ്രവചനം പറയുവാനൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ വേല അവിടെ കൊണ്ട് അവസാനിക്കരുത്. ദേശത്തിൽ നിങ്ങളെക്കുറിച്ച് ദൈവം ചിലരെ പദ്ധതി ഇട്ടിട്ടുണ്ട്. അനേകം പേർ ആത്മഹത്യക്ക് ഒരുങ്ങി രാത്രി മുഴുവൻ അപ്പനും അമ്മയും ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കരുതി വച്ചിരിക്കുന്ന കയറോ, എൻ്റെ കയ്യിൽ കരുതി വച്ചിരിക്കുന്ന വിഷമോ ഉപയോഗിച്ച് ഞാൻ എൻ്റെ ജീവിതം ഇന്ന് രാത്രി അവസാനിപ്പിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നവരെ കുറിച്ച് എൻ്റെ ദൈവം സഭയ്ക്കകത്തുള്ള ചില പ്രവാചകന്മാരോട് ദൈവത്തിന്റെ ആലോചന കാലയളവിൽ പറയും, നീ പോയി ചെന്ന് ഇന്ന വ്യക്തി മരണത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്, അവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ആ വ്യക്തി ഹല്ലേലൂയ നിന്റെ വചനം കൊണ്ട് രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുക, ഞാൻ അവനെ കണ്ടിരിക്കുക, നീ ചെന്ന് അവനോട് സുവിശേഷം പറയാൻ വേണ്ടി പറയുമ്പോൾ ആ ശബ്ദം കേൾക്കുവാൻ നാം തയ്യാറായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനാ ദൈവം പ്രവാചകന്മാരാക്കി വെച്ചിരിക്കുന്നേ. ദൈവസഭയ്ക്കകത്ത് മാത്രം എന്ത് ചെയ്യരുത്? ഒതുങ്ങിപ്പോകാൻ അനുവദിക്കരുത്. സുവിശേഷകന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി, അപ്പോസ്തലന്മാരായി ദൈവമാക്കി വെച്ചിരിക്കുമ്പോൾ
ദൈവം ഓരോ വ്യക്തികളെ, ഞാൻ പറയുന്നു ദൈവദാസന്മാരെ മാത്രമല്ല, ദൈവസഭയുടെ കെട്ടുപണി കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ദൈവസഭയുടെ കെട്ടുപണിക്കായി ദൈവം വിളിച്ചു വെച്ചിരിക്കുകയാണ്. ഈ കെട്ടുപണി കർത്താവേ, എന്നെ ദൈവം എന്തായിട്ടാണ് കർത്താവെ അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നത്? കർത്താവെ, ഏത് വിധത്തിനായാലും എന്നെ ഞാൻ സമർപ്പിച്ച് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയും? ഒരു നിമിഷം കണ്ണുകൾ മൂടി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരല്പ നിമിഷം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി അനേകം കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ ലോകപരമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൽ പലരും ചെയ്ത നന്മകളും ഈ ലോകത്തിൽ ചെയ്തതായ പല കാര്യങ്ങൾക്ക് വേണ്ടി തിരിച്ച് എന്തോക്കെ ചെയ്യുവാനും എന്തോക്കെ എനിക്ക് ചെയ്യണമെന്ന് ഒരു വീര്യത്തോടെ നമ്മുടെ മനസ്സ് വിതമ്പുമ്പോൾ, എൻ്റെ യേശു താങ്കൾക്ക് വേണ്ടി ചെയ്ത ഇത്രയും വലിയ നന്മ, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കി പോയാൽ വരാൻ പോകുന്ന ശിക്ഷാവിധിയിൽ നിന്നും എത്രമാത്രം നമുക്ക് ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിയും? ഇന്ന് പകൽക്കാലം ക്രിസ്തുവിന് വേണ്ടി വിശ്വാസം, ക്രിസ്തുവിന് വേണ്ടി വീര്യം, വീര്യത്തോടുകൂടെ പരിജ്ഞാനം, പരിജ്ഞാനത്തോടുകൂടെയുള്ളതായ ഹല്ലേലൂയ സഹോദര പ്രീതി, സ്നേഹം, ഇതൊക്കെ ജീവിതത്തിൽ പ്രാപിച്ച് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി ജീവിതം നയിക്കുവാൻ ദൈവസഭയെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഈ കാലങ്ങളിൽ അപ്പാ, എൻ്റെ അപ്പന് വേണ്ടി ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യരുടെ മുമ്പിലല്ല കർത്താവേ, എന്നെ ഞാൻ സമർപ്പിക്കും. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഒരു നിമിഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഹല്ലേലൂയ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളുവിൻ. ഞാൻ പറഞ്ഞൊരു ചുമ്മാ ഒരു കാര്യമല്ല. ദേശത്തിൽ അനേകം പേര് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ താങ്കൾ ദൈവം അപ്പോയിൻമെന്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ അത് നാം ചെയ്യാതെ പോയാൽ അനേകം പേർ താങ്കൾ മുഖാൻ നശിച്ചു പോയി. ഒരു പക്ഷേ കഴിഞ്ഞ കാലയളവിൽ അനേകം പേർ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പോലെ കലമർ കർത്താവെ, എന്നെ ഞാൻ സമർപ്പിക്കുന്ന കർത്താവെ, എന്നെ ഈ സഭയ്ക്കകത്ത് ഏത് കെട്ടുപണിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനായി എന്നെ ഞാൻ സമർപ്പിക്കുന്ന കർത്താവെ. സ്കൂളുകളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ എൻ്റെ യേശുവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ആരെയും ദൈവം മാറ്റി നിർത്തിയിട്ടില്ല. ഒരു ദൈവദാസന്മാരെ ദൈവം പ്രത്യേകിച്ച് മാറ്റി നിർത്തിയിട്ടില്ല. ഒരു ദൈവവിശ്വാസികളെല്ലാം നമ്മളെല്ലാം രാജകീയ പുരോഹിത വർഗമായി അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി, അങ്ങയുടെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അങ്ങയുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഈ ദിവസങ്ങൾ മനസ്സിലാക്കുവാൻ ഞാൻ എന്നെ തന്നെ എത്ര പേർക്ക് പറയുവാൻ കഴിയും? നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോട് സ്തോത്രം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയം ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് നൽകിയ ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവ് ദൈവവചനം കേൾക്കുക മാത്രമല്ല, ഈ കാലയളവിൽ അപ്പൻ്റെ മുമ്പിൽ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി ജീവൻ നയിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയാചന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ. ആശുവാൻ ദൈവദാസൻ പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗം വരെ.